ലെജൻസ് നമ്മുടെ പുതിയ ചേർന്ന് വരികയാണ് സെറ്റ്. നമുക്ക് ഫസ്റ്റ് ഐറ്റം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ. അതായത് ബേസ് കളർ വൈറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കോട്ടൻ്റെ തന്നെ ഫാബ്രിക്കിലാട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് അക്കോബ മിക്സ് ചെയ്തിട്ടാണ് ടോപ്പിൽ വരുന്നത്. ദുപ്പട്ടയ്ക്കകത്തും അക്കോബ പാറ്റേണിൽ തന്നെയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കേട്ടോ. നല്ല രസമുള്ള ഐറ്റമാണ്. ഈ ഒരു പ്രൈസ് കൊണ്ട് ഭയങ്കര അട്രാക്റ്റീവാണ് ഈ ഒരു ഐറ്റമേ. കാരണം ഇതിൻ്റെ ഫ്ലവേഴ്സും നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. പിങ്കും പീച്ചും ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ അത്ര അട്രാക്റ്റീവ് ആട്ടോ. അതുകൊണ്ട് അത്ര എടുത്ത് പറയുന്നത്. പിന്നെ അക്കോബ ബോർഡർ ആണെങ്കിലും ഇത് ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്കും കുഞ്ഞു സീക്വൻസും ഉണ്ട്. അതുകൂടാതെ ബോർഡറിൽ ഇത് കണ്ടില്ലേ, അക്കോബയുടെ നല്ല വീതിയുള്ളൊരു ബോർഡർ താഴെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഐറ്റം ആട്ടോ. ഇത് താഴെ നിന്നാണെങ്കിലും നമുക്ക് വെട്ടി പോകാനില്ല, കറക്റ്റായിട്ട് നമുക്ക് ആ ലെങ്ത് തന്നെ ചെയ്യാൻ പറ്റും. മേളിലാണെങ്കിലും മടക്കി അടിച്ചേക്കുന്ന. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെങ്ത് കറക്റ്റായിട്ട് 47-48 ഏകദേശം ലെങ്ത് തയ്ക്കാൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നതാണെങ്കിലും നല്ല ഗ്രാൻഡ് ആട്ടോ. വൈറ്റിൽ തന്നെ നമുക്ക് എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസ് ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു സിക്സാക് പാറ്റേണിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്ന മോഡൽ. ബോർഡേഴ്സിലും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള വർക്ക് വരും. നല്ല വീതിയാട്ടോ. ലെങ്ത് ഏകദേശം 2.30 എബോ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സെറ്റുമാണ്. ബോട്ടം വരുന്നത് സെയിം തന്നെ ആ ഒരു വൈറ്റ് കളറിൽ തന്നെയുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിനൊരു ലിനൻ ഫാബ്രിക് മിക്സ് ചെയ്തിട്ടാട്ടോ. നമുക്ക് ആ ഒരു ലിനൻ്റെ തന്നെ ആ ഒരു ലുക്കാണ് നമുക്ക് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ വൈറ്റ്, അത് കോട്ടൺ ഫാബ്രിക് ആണ്. എല്ലാം കോട്ടൺ തന്നെ ഒരു സെറ്റ് എന്ന് പറയാം. ഇതിൻ്റെ നമ്പർ വരുന്നത് N700, റേറ്റ് 1380 രൂപ മാത്രമേ ഉള്ളൂ. 1380. അടുത്ത കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയാട്ടോ. എല്ലാ കളേഴ്സും അത്ര ഭംഗിയാണ് കാണാൻ. ഇത് ഗ്രീനും ബ്ലൂവും കൂടെ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര രസമില്ല കാണാനായിട്ട്. അത് ഞാൻ അടുപ്പിച്ച് കാണിക്കാവേ. ഇതുപോലെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. ഇത്തിരി നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിൻ്റെ പാറ്റേൺ. ബാക്ക് സൈഡിലില്ല കേട്ടോ. കൈക്കും പ്ലെയിൻ ആയിട്ടുള്ള പോർഷനാണ് ഇതിന് കൊടുത്തേക്കുന്നത്. വൈറ്റ് ബോട്ടം ആണ്. ഈ വൈറ്റ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ചെറുതായിട്ട് ആ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നല്ല രസമാണ്. പ്രിന്റ് മാത്രമല്ല ഫുള്ള് വർക്കും ഉണ്ട്. എന്തായാലും മൊത്തം ഈ ഒരു ടോപ്പിലും ദുപ്പട്ടയിലും എല്ലാം ഇത്രയും വർക്ക് കൊടുത്തിട്ട് ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് നല്ല റീസണബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇത്. ബോട്ടം ആണെങ്കിലും നല്ല കട്ടിയുള്ള സൈസ് കോട്ടൻ്റെ ഫാബ്രിക്കാണ്. പിന്നെ നമ്മുടെ അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഒരു ഗ്രീൻ കളർ ആട്ടോ. ഗ്രീൻ ആൻഡ് യെല്ലോയുടെ കോമ്പിനേഷൻ ഇതാണ്. ഇതുപോലെയാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഒന്നിനും നമുക്ക് അങ്ങനെ ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും രസം. ഓരോ കളേഴ്സും അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ട്. പിന്നെ താഴത്തെ ബോർഡർ കാണാൻ വേണ്ടി ഞാൻ തിരിച്ച് പിടിച്ചതാണ്. ഇതാണ് ബോർഡർ. നല്ല ഫിനിഷിംഗ് ഉള്ള അക്കോബയുടെ പോർഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫുള്ള് മൊത്തം വർക്കും ഉണ്ട് കേട്ടോ. ദുപ്പട്ടയ്ക്കകത്ത് മൊത്തം ഒരു സിക്സാക് പാറ്റേണിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഇതാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള സൈസ് കോട്ടൻ്റെ ഫാബ്രിക്കാണ്. ഇതിൻ്റെ നമ്പർ N698, റേറ്റ് 1380. ഇത് 4 ഷെയ്ഡ്സാണ് വരുന്നത്. നാലാമത്തെ കളർ കോമ്പിനേഷൻ നല്ല രസമാട്ടോ. ഇതൊരു പിങ്കിൻ്റെ ഫ്ലവേഴ്സ് ആണ്. മറ്റേ ഫസ്റ്റ് കാണിച്ച കുറച്ച് പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പിങ്ക് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ലൈലാക് ഷെയ്ഡ് എന്ന് പറയാം. ലാവൻഡറും കൂടെ ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പിങ്ക് ആണ് കൊടുത്തേക്കുന്നത്. ബാക്കി എല്ലാം സെയിം ആട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു സെറ്റ് തന്നെയായത്. കാരണം കോട്ടൺ തന്നെയാണെങ്കിലും ഉപയോഗിക്കുന്നവർക്ക് പറ്റുകയും ചെയ്യും. അല്ലാതെ ആണെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അതിൻ്റെതായ ഒരു എടുപ്പുണ്ട്. കോട്ടൺ ആണെങ്കിലും അത്രയും നല്ല ഭംഗിയുള്ള ഐറ്റം. പിന്നെ നമ്പർ N699, റേറ്റ് 1380.